ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം നമ്മൾ അവിടെ അപ്പച്ച വെള്ളം കണ്ട് തട്ടി ഒഴിച്ച് അതിനായി ഈ പ്രൈസനെങ്കിൽ അപ്പച്ച അവിടെ വെള്ളം ഒഴിച്ച് എന്തുവാടാ തുടച്ച് കളഞ്ഞോ? എവിടാ വീണേ? നനഞ്ഞോ? എന്താ പില്ലോയോ? എന്നാ പില്ലോ മാറ്റാൻ എന്താ? ഈ ഫ്ലോയിൽ പറഞ്ഞു വരുന്നുണ്ടെ ഈ പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടെ നമുക്കങ്ങ് വിട്ടുപോകും. അത് ഞാനിപ്പോൾ പറയുമായിരുന്നു, കഴിഞ്ഞ നമ്മളിപ്പോൾ നാട്ടിൽ ആ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും അങ്ങോട്ട് ആ ഒരു ദുരന്തം കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് കണ്ട ജസ്ന മോളും അഡ്വക്കേറ്റാണെന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടൊരു ഷൈനിയുടെ സാമ്പത്തിക പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നോക്കാൻ ആരുമില്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്തുടാ അതൊന്നും പടാ ഷൈനി ഒരാടെ പേരേ ഉള്ളോ. അപ്പം ഇതെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും കുഴപ്പമില്ല. പക്ഷേ എന്തെല്ലാം സംഭവം ഒരു കുഞ്ഞിന് 2 വയസ്സ്. ഇത് എന്തോ മനുഷ്യരുടെ ഹൃദയത്തിൽ സഹിക്കാൻ പറ്റത്തില്ലെങ്കിലും അവർക്കൊരു ജോലിയുണ്ട്, എന്നാൽ സഹോദരങ്ങളുണ്ട്. ഓരോ ചാനലും പലരും പറയുന്നത് ഇപ്പം മരിച്ചു കഴിഞ്ഞ് എല്ലാവരും എന്ന് പറയാം എൻ്റെ സഹോദരിക്ക് അങ്ങനെ ആയി വന്നു, എൻ്റെ അനിയത്തിക്ക് അങ്ങനെ വന്നു, ഇവരൊക്കെ കെട്ടിച്ചയച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ എന്തായിരിക്കും. നമുക്കിപ്പോൾ അതൊന്നും പറയാനൊക്കത്തില്ല. മനുഷ്യരുടെ ഇത്ര ഈ ഷൈനിയുടെ സംഭവം വന്നപ്പോഴും എല്ലാ ചാനലുകാരും പറഞ്ഞത് മനുഷ്യർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരുമായിട്ട് പറയണം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്. കേട്ടിട്ടൊക്കെ നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ദൈവമേ, ഓരോരുത്തരുടെ ആ സമയത്ത് അവർക്ക് എന്താ തോന്നുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നും പറയും. കുഞ്ഞുങ്ങൾ, ആ 2 കുഞ്ഞുങ്ങൾ എന്തോ ചെയ്തെന്നുള്ള എന്താ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ. മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഓരോന്ന് ഇനിയിപ്പോൾ ഇതൊന്ന് കെട്ടടങ്ങുമ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളതാണ്. അതങ്ങ് ഇല്ല പണ്ടുള്ളവർക്കങ്ങ് ദേശത്തെ അങ്ങ് ബന്ധിച്ചങ്ങ് മനുഷ്യരങ്ങ് എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നതെന്നൊന്നും ഒരു നിമിഷത്തേക്കിലാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വേണ്ടാത്ത ഓരോന്നൊക്കെ തോന്നുന്നത്. എങ്ങോട്ടാണ് എന്തോ വന്നേലും പോകാനുള്ളത് അവർക്ക് പോയി. ആ കുഞ്ഞുങ്ങളും അവരും വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സാമ്പത്തികമുണ്ട്. പിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവരൊക്കെ ഇപ്പോൾ പഴയ കാലമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവടത്തെങ്ങാനും പറയുമോ, അത് പരിഹരിക്കാൻ നോക്കുമോ, എന്തൊക്കെയല്ലേ ചെയ്യേണ്ടിയത്. ഇങ്ങനൊരു അബദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്കങ്ങനെ പറയാം. അവരനുഭവിച്ചത് എന്തൊക്കെയായിരിക്കുമെന്ന് അവർക്കറിയാം. എന്തോ എന്നേലും ഓക്കെ. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പാസ്തയ്ക്ക് ഇന്ന് ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പച്ചക്കറി ഇല്ലെങ്കിൽ സവാള മാത്രം ഇങ്ങനെ വഴറ്റി ചേർക്കും. അപ്പോൾ ഇന്ന് ഇത്തിരി ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി നല്ല എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കുമ്പോഴാണ് ഇതിന് ഇത്തിരി ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് ഇവന്മാർക്കും ഇഷ്ടമായത് കൊണ്ട് ഇന്ന് അതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇവിടെ ക്യാപ്സിക്കം ഇടുന്നത് പോളിന് പക്ഷേ ക്യാരറ്റ് ഇടുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ അകത്താവുമ്പം അങ്ങ് കഴിച്ചോളൂ. ഞാൻ ഇച്ചിരി കാബേജും ഇതിൻ്റെ അകത്ത് അരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെ പച്ചക്കറികൾ ചെല്ലാമോ അവന്മാർക്ക് ഇഷ്ടമുള്ള സാധനത്തിൻ്റെ അകത്ത് അങ്ങനെ നൂഡിൽസിൻ്റെ അകത്തൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല. മറ്റവൻ ക്യാപ്സിക്കം തിരികെ, കൊച്ചവൻ അതും ക്യാപ്സിക്കവും വേണ്ട. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി പൊടികളൂടെ ചേർക്കട്ടെ. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് സാറ്റർഡേ ദിവസം ചുരുക്കമായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവന്മാർക്ക് എന്നും അതായിരിക്കും, മാഗി ഡേ ആണ്. സാറ്റർഡേ ദിവസം നാട്ടിൽ ചെല്ലുമ്പോഴും പ്രീസം പറയും മാഗി ഡേ, ഇന്ന് സാറ്റർഡേ ആണോ അന്ന് മാഗി ഡേ ആണെന്ന് പറയും.
എനിക്കെന്ന് പറയാൻ ഞാൻ അന്ന് റേച്ചാനും മാഗി അത്ര താല്പര്യമില്ല. പിന്നെ ഒരു ഇച്ചിരി പേരിന് വേണ്ടി കഴിക്കും. ഞാൻ പിന്നെ പച്ചക്കറിയൊക്കെ ഇടുവാണെങ്കിൽ എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഞാൻ അന്ന് ചപ്പാത്തിയോ ബ്രെഡോ വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷെ ഒന്നും ഇടാത്ത മാഗി എനിക്കിഷ്ടമല്ല. പക്ഷെ നേരത്തെ ഞാൻ ഈ പോൾമോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊന്നും അങ്ങനെയുള്ള കുഴപ്പമില്ലായിരുന്നു. അന്ന് മാഗി എങ്ങനെയും കിട്ടിയ, കാരണം അന്ന് ചോറും അങ്ങനെയൊന്നും കഴിക്കാൻ ഒന്നിനോടൊരു താല്പര്യമില്ല. മാഗി മാത്രം കഴിക്കുമായിരുന്നു. അതിങ്ങനെ അങ്ങോട്ട് മസാല ഇട്ട് പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് പ്ലെയിൻ മാഗി കഴിക്കാൻ പറ്റാത്തത്. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ പഴങ്കഞ്ഞി അങ്ങനെയൊക്കെയുള്ള ഇവിടുത്തെ ഈ ബേക്കറി ഐറ്റംസിനേക്കായൊക്കെ എനിക്ക് നാട്ടിലുള്ള സാധനങ്ങളാണ് ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇവിടുത്തേനോടായിരിക്കും താല്പര്യം. ഇന്നലെ രാത്രി കൊണ്ടുവന്നെയാണ്, എടുത്ത് വെച്ചില്ല. ഇപ്പൊ കിട്ടിയ സവാള 30 രൂപ, നല്ലതാണ്, വലിയതാ. പിന്നെ രാത്രിയിൽ അവർ കട അടയ്ക്കാറായപ്പോഴാണ് വന്നത്. അപ്പം ഞാൻ പിന്നെ എടുത്ത് വെക്കാനൊന്നും പോയില്ല. ഇപ്പോഴാണ് ഇതെല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പം മുറിയിൽ ഈ പോളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവനൊരു അപ്പച്ചൻ്റെ താടി പിടിക്കത്തും അപ്പച്ചനെ ഒന്ന് ഇക്കളാക്കാനൊക്കെ നോക്കും. അത് അപ്പച്ചനത് ഇഷ്ടേ അല്ല. കാരണം അപ്പച്ചൻ ഇപ്പോഴും പഴയതായ രീതിയിൽ നമ്മളൊന്നും അപ്പച്ചന്മാരെയും പപ്പാമാരെയും ഒന്നും ചെയ്യത്തില്ലല്ലേ. ഇവൻ റീച്ചാനടുത്ത് തന്നെ എന്തെങ്കിലും ഇത്തിരി മീൻസ് എന്തോ പപ്പോ എൻ്റെ ചക്കര പപ്പയില്ലേ അങ്ങനെയൊക്കെ പറയും ഡാ ഇതോടാ അങ്ങനെ പറയുന്നത് ഡാഡി ഇപ്പോഴും ആ പഴയ രീതിയാണ് ഡാഡിയുടെ മൈൻഡിൽ ഇപ്പോഴും. അപ്പച്ചൻ ഇപ്പോഴും ആ പഴയ ആ ഒരു സ്ട്രിക്റ്റ് ഉണ്ടല്ലേ, അതുപോലുള്ള ഇതാണ്. നമ്മൾ ഇപ്പം ചില സമയത്ത് പോളും ഇങ്ങനെ പപ്പയുടെ തോളെ കൈയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ പറയും എന്തോ പപ്പയുടെ തോളെ കൈയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയാം അപ്പച്ചാ ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പച്ചാ, പണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അവൻ പറയും. എന്നിട്ട് ഇവൻ പറയും പണ്ടെന്നെ പിച്ചിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡാഡി പിച്ചിയിട്ടുണ്ട്, പക്ഷേ അതിന് കയ്യിലെ ഒരു നഖം ഉണ്ടല്ലേ കൊള്ളും. അപ്പോൾ അതാ പറഞ്ഞത് പ്രൈസനെ ഒന്നും ചെയ്തിട്ട്, പ്രൈസനെ ഇന്നാളെ പിടിച്ചോണ്ടേ കയ്യിലായായിരുന്നു നഖം. അപ്പോൾ റേച്ചാനും പറയും എടാ അങ്ങനെ അപ്പച്ചനെ ഒന്നും ചോണ്ട, മീൻസ് ഇങ്ങനെ തമാശയ്ക്ക് പോണ്ട, അപ്പച്ചൻ്റേതായ രീതിയിൽ ഇരുന്നോട്ടെന്ന് പറയും. അപ്പം നമ്മുടെ പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അരി ഇപ്പം ഭയങ്കര വേവുള്ള അരിയാണ്, അതുകൊണ്ട് അരിയും കൂടെ അങ്ങ് അടപ്പത്തിട്ടിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. സവാള, ഒരു ടൊമാറ്റോ അല്ല ഒരു പൊട്ടറ്റോ, 2-3 ചെറിയ ടൊമാറ്റോ, 3-4 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഒരു മുട്ടക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത്തിരി ലാസ്റ്റ് അന്നത്തെ മീനിൻ്റെ ഇച്ചിരി തലയും വാലും അതിൻ്റെ മുള്ളും എല്ലാം കൂടെ ഉള്ളത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കറി വയ്ക്കാമെന്ന് വെച്ചപ്പം കഴിഞ്ഞ സൺഡേ ഞങ്ങൾ മലയാളിക്കടയിൽ കയറിയപ്പോഴേ ഇച്ചിരി കപ്പ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് പിന്നെ ഉണ്ടെന്നുള്ള ഇത് വെച്ചാൽ ഞാൻ കപ്പ വാങ്ങിച്ചേ. പക്ഷെ അവിടെ ചെന്നോണ്ടേ ആ കപ്പ എനിക്ക് അത്ര അങ്ങോട്ട് പിന്നെ ഒരു ഇല്ല, കറുത്ത കപ്പകൾക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെയും ഇതിനെ ഉദ്ദേശിച്ച് അവിടെ കയറിയെന്ന് പറഞ്ഞ് ഞാനങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇപ്രാവശ്യം കിട്ടിയ കപ്പ അത്ര അങ്ങ് സുമാറില്ല, അങ്ങനെ വേവുന്നേ അല്ലായിരുന്നു. അപ്പം ഞാനിത് അന്ന് 3 തലയുണ്ടായിരുന്നല്ലേ, ലാസ്റ്റ് തലയായി, ഈ തലയൊക്കെ ഇട്ടൊന്ന് കറി വയ്ക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വാലുണ്ടല്ലോ, വാല് വശം ഇവിടെ പോളിന് കൊടുത്താലും വേണ്ട, ഞാനും അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ കൊച്ചിന് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സൈഡിൽ വലിയൊരു മുള്ള ചൂര, ഇതിനങ്ങനെ അല്ലാതെ മുള്ളില്ല, എന്നാലും ആ വാല് വശമാകുമ്പം അവനത് ഇവൻ ചില ഈ എല്ലൊക്കെ ഇരുന്ന് ഉറിഞ്ചുന്നത് പോലെ ചിലത് ഉറിഞ്ചും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചൂരയുടെ വാലും ഉറിഞ്ചല്ലിന് അതിന് ഇത്തിരി കട്ടിയുണ്ടല്ലേ, അപ്പോൾ അവിടെ ഒന്നും അധികം മുള്ളില്ലാത്തതുകൊണ്ട് അവനിഷ്ടമാണ് വാല് വശം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ.
അപ്പം മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ ചപ്പാത്തി എല്ലാവരും നന്നായിട്ട് കഴിച്ചു. മീൻസ് പ്രൈസിനെ ഉദ്ദേശിച്ച് ഈ കൂടുതലും ഇങ്ങനെയുള്ളത് വെക്കുന്നത്. പ്രൈസിന് ചിലവൊന്നും അങ്ങനെ താല്പര്യമില്ലല്ലേ. പിന്നെ മുട്ടക്കറി ആണെങ്കിൽ മറ്റവനും ഇഷ്ടമാണ്, എല്ലാവർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്നങ്ങ് ഈ ഉരുളൻകിഴങ്ങ് കൂടൊക്കെ ഇടുന്ന ഉടനെ നല്ലൊരു ഒരിത്തിരി തിക്ക് ഗ്രേവിയോടുകൂടി ഒരു കറി കിട്ടുമല്ലേ. ഈ ഉരുളൻകിഴങ്ങ് ഈ ചിക്കൻ്റെ അകത്ത്, ഈ പിള്ളേർക്ക് ചിക്കൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഉരുളൻകിഴങ്ങ് ഇട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മസാല ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കും. അപ്പോൾ ആ മസാല എല്ലാം വെന്ത് നല്ലൊരു ഇതിൽ വരും. അപ്പോൾ അതുകൊണ്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചിടട്ടെ. ഇവിടുത്തെ ചൂട് കാരണം ഇപ്പം നമുക്ക് അടുക്കളയിൽ നിൽക്കുകയേ വേണ്ട. എങ്ങനെയും ചിലപ്പോൾ ചിന്തിക്കും രാത്രിയിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന്. കാരണം അത്രയ്ക്കുള്ള ചൂടാണ് ഇവിടെ വരുന്ന. ഇത്തിരി പ്രായമുള്ളവരാണ്, അവരും പറയും നേരത്തെ അങ്ങ് ഉണ്ടാക്കി വെക്കണം, അല്ലാതെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്തോ ചൂടാണെന്നറിയാമോ ഇവിടെ. ആണെങ്കിൽ നമ്മുടെ ഈ അടുക്കളയിലൊക്കെ ഞാൻ എക്സോസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ അമ്മയുടെ നാട്ടിലൊക്കെ നമുക്ക് അടുക്കളയൊക്കെ ഇത്തിരി തുറന്നിടാനല്ല അല്ല, ഇതത്രയില്ലല്ലോ, എല്ലാം മുറിക്കകത്ത് തന്നെ കിടന്ന് തങ്ങത്തില്ലേ. അപ്പം ഞാൻ മുട്ടക്കറി റെഡിയായി. ഇനി ചപ്പാത്തിയൊക്കെ സമയമാകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളവർക്ക് പിന്നെ റെഡി ആയിട്ടുള്ളതുകൊണ്ട് സമാധാനമായി. ഇനി അടുത്തത് പിന്നെ ഈ മീൻ കറിയും കൂടെ ഒന്ന് വെക്കട്ടെ. ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നുള്ളു കടുകും ഉലുവ ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വാടി വരുമ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ ഒരു 1-2 തണ്ട് കറിവേപ്പില ഇട്ടാലും നല്ലതാട്ടോ. മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ഇത്തിരി ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഒരു 7 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ബായി ഇന്നലെ ഇവിടെ തൂത്തു തുടയ്ക്കുന്ന അവർ ഇന്നലെ വന്നില്ല. അപ്പോൾ അവരിപ്പോൾ വന്ന്. അതാ ഞാൻ ചോദിച്ചത് എന്താ ഇന്നലെ പറഞ്ഞാൽ. പിന്നെ അവർക്ക് ഫോൺ ചെയ്തോണ്ട് പറഞ്ഞു അയ്യോ ഇന്ന് ഞാൻ വരത്തില്ല. ഞാൻ പറഞ്ഞു ഇവരെ പറഞ്ഞിട്ട് പോകാൻ എന്താന്ന്. അതാ ഇപ്പം ഞാൻ ചോദിച്ചത്. എന്തൊക്കെയോ ഇത്രയും പൊടി വേണമെന്ന്. അതനുസരിച്ച് ഇതിത്തിരി നല്ല കൊഴുപ്പ് വേണം. ഇതിന് എരിവൊട്ടുമില്ല, കൊഴുപ്പുണ്ട്. പക്ഷെ നിങ്ങളിപ്പം നമ്മുടെ മിക്സ് മുളക് പൊടി ഉണ്ടല്ലോ, ഇത്തിരി എരിവനും കാശ്മീരി കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് പൊടി ചേർക്കാമേ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലകളെല്ലാം കൂടെ ഒന്ന് ആ കട്ടകളൊന്ന് ഉടച്ചെടുക്കാമേ. എന്നിട്ട് ഇതിലേക്ക് ഇനി പുളിയും പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഉപ്പൂടെ ചേർത്തിട്ട് ആ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ചു. ഇതിലേക്ക് ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് കപ്പയാകുമ്പോൾ ഇച്ചിരി ചാറ് ഞാൻ ഇച്ചിരി ഇതിൻ്റെ അകത്തുള്ള എല്ലാം 2 ആക്കാനില്ല, ഒന്നാക്കുവാണെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു താനും. അപ്പോൾ അതുകൊണ്ട് ആ തലയും വാലും ഇത്തിരി ഉണ്ടല്ലേ, അത് ആ തല എടുക്കുമ്പോഴത്തേക്കിന് പിന്നെ എല്ലാം കുറയും. പക്ഷെ അതെല്ലാം പറക്കിയിട്ടിട്ട് നിരപ്പ വെള്ളം ഒഴിച്ചിട്ട് ഉലുവാപ്പൊടിയും കൊണ്ടിട്ട് കറിവേപ്പില ഇട്ട് നമുക്കിതൊന്ന് ഒതുക്കി അടച്ച് വയ്ക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇച്ചിരി ഒന്ന് മീനിൻ്റെ അകത്തുനിന്നൂടെ വെള്ളം ഇറങ്ങും. പക്ഷേ ഇച്ചിരി കപ്പ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാറിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊരു 10-15 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് വറ്റി വരുമേ. പകുതി അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അതൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഓഫാക്കി കുറേ നേരം എന്നിട്ടും കിടന്ന് തിളയ്ക്കുക. ഇപ്പം പാഴ്സൽ വന്നേ അതവൻ പൊട്ടിക്കുക. അപ്പം ഈ പോളിന് ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി വന്ന് വീഡിയോ എടുക്കും. ഞാൻ ഇതെടുക്കത്തില്ലായിരുന്നു, അവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പോയി എടുത്തതാണ്. അപ്പുറത്ത് ഒരുത്തൻ ഉടുപ്പിടാതെ ഇപ്പം ഉണ്ട്, അതാ ഞാൻ ഇത് സൂം ചെയ്ത് എടുക്കുന്നത്. അവനോട് മാറടാന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ടും ഇവൻ്റെ ഇതെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ പ്രൈസൻ്റെ ഇതുകൊണ്ടാണ് ഡ്രസ്സ് ഇടാതെ നിന്നത് കൊണ്ടാണ് ഞാൻ സൂം ചെയ്തുകൊണ്ട് ഇവൻ്റെ കറക്റ്റ് കിട്ടാത്തത്. പെൻഡ്രൈവ് കണ്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അടുക്കളയിലൂടെ ഞാൻ കപ്പ 2 ഊറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല 2 ഊറ്റിയിട്ടും അതൊന്ന് എടുത്തൊരു കഷ്ണം കഴിച്ചോണ്ട് ചവയൊക്കെ കൊള്ളുന്നുണ്ട് വെന്തു. പക്ഷെ എന്നാലും അത് കുഴയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് കണ്ടില്ല കിലുകില കിടക്കുന്നത്, ഒരു കുഴഞ്ഞ ഒരു പരുവില്ല. ഞാൻ കുക്കറിലിട്ടിട്ട് വീണ്ടും അരപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതും ഒരു വധമായിപ്പോയി. ഈ കുക്കർ അങ്ങോട്ട് ശരിക്കും വിസിൽ വന്നില്ല, ഷീന്ന് കേൾക്കുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നല്ലൊരു വിസിൽ വന്നായിരുന്നെങ്കിൽ അതൊന്നും നമുക്ക് മനസ്സിലായേനെയായിരുന്നു. ഞാനങ്ങ് തുറന്ന് പ്രഷർ എടുക്കുകയും ചെയ്ത്, പക്ഷേ വിസിൽ വരാൻ താമസിച്ചതായിരുന്നു. അതുകൊണ്ട് അത്ര അങ്ങോട്ടൊന്ന് കുഴഞ്ഞെനിക്ക് ഇന്ന് കിട്ടിയതുമില്ല.
അപ്പോൾ മീൻകറിയൊക്കെ ഇവിടെ ഇച്ചിരി നേരമായി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം കണ്ട നമ്മളിൽ ഊറ്റി തിന്നാൻ എടുക്കത്തില്ലേ കപ്പ, അതുപോലുള്ള ഇതാണ്. പക്ഷെ ഒത്തിരി ഞാൻ നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ കല്ലുണ്ടല്ലോ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അവസാനം ഇടിച്ച്. കാരണം ഈ പൂളിനൊക്കെ നന്നായി കുഴഞ്ഞ് പൊടിയില്ലാതെ വേണം, ആ പരുവം വേണം, ഒട്ടും പീസില്ലാതെ. പിന്നെ ഞാൻ കുറേ മെനക്കെട്ടിട്ട് കുത്തി ഉടച്ച് നല്ല ഉറപ്പുള്ള ചക്ക, നമ്മൾ പറയത്തില്ല ഉറപ്പുള്ള കപ്പയായിരുന്നു. കുറേ മെനക്കെട്ട് എന്ത് വന്നാലും ഈ പരുവാക്കി എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ തിന്ന് കാണിക്കുന്നില്ല, ഇച്ചിരി വിളമ്പി കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ചൂട് കാരണം സഹിക്കാൻ വയ്യ. അപ്പോൾ ആ തല എടുത്തിട്ട് ഞാൻ ഇച്ചിരി കഴിക്കാൻ എടുത്ത്, പിന്നെ അവന്മാർക്കും ഇച്ചിരി കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.